എന്തേ ഏ അവിടെ ഇരിക്കീട്ടാ. ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ശ്രീകുട്ടൻ്റെ ഫസ്റ്റ് ഡേ കോളേജ്. ശ്രീകുട്ടൻ്റെ മാത്രമല്ല കേട്ടോ, ആദ്യത്തിൻ്റെ ഫസ്റ്റ് ഡേ ഒന്നും അല്ല. അതിനൊക്കെ രണ്ടുപേരും സ്കൂളിൽ പോയി തുടങ്ങി. സ്കൂളിൽ പോകാത്തത് ഇപ്പോൾ നമുക്ക് നല്ല സുഖമാണ് കേട്ടോ. എന്താ പറയുക, രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്ന് വലിയ നിർബന്ധമില്ല. പക്ഷേ ശ്രീകുട്ടൻ വളരെ നേരത്തെ ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്ന് നിർബന്ധമുണ്ട്. ചോറ് ആ നേരത്തെ അങ്ങോട്ട് ഇറങ്ങില്ലല്ലോ, ഇത്തിരിയൊക്കെ കഴിയണ്ടേ. അപ്പോൾ അങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും ഡ്രസ്സൊക്കെ മാറി ഒന്ന് തലമുടി കെട്ടിയിട്ടൊക്കെയാണ് ഞാൻ അടുക്കളയിലേക്ക് എത്തുക. അപ്പോഴേക്കും ചേട്ടൻ ആ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ചായയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വേഗം അടുപ്പത്തേക്ക് എല്ലാം വെക്കേണ്ട ആവശ്യം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. കുക്കറും വെള്ളയപ്പത്തിൻ്റെ പാത്രമൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി എടുക്കുകയാണ്. പിന്നെ സാമ്പാറാണ് വെക്കുന്നത്. അപ്പോൾ സാമ്പാറിന് പരിപ്പും മത്തങ്ങയും കൂടി വേവിച്ചിട്ടിട്ടുണ്ട് ഓൾറെഡി തന്നെ. പിന്നെ ഉപ്പേരി വയ്ക്കുന്നത് ഗ്രീൻ പീസ് കറിലാണ്, അതും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഗ്രീൻ പീസ് കറില വയ്ക്കാൻ കാരണം എന്ന് പറയുന്നത്, ഞാൻ വെള്ളയപ്പത്തിനാകുമ്പോൾ ആദ്യത്തിന് എപ്പോഴും കറിയാണ് വേണ്ടത്. ശ്രീകുട്ടന് എപ്പോഴും എന്താ പറയുക, തേങ്ങാപ്പാൽ ഒഴിച്ചതാണ് പെട്ടെന്ന് കഴിക്കാൻ പറ്റുമല്ലോ തേങ്ങാപ്പാൽ ഒഴിച്ചതാകുമ്പോൾ. അത് കാരണം അങ്ങനെ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ രണ്ട് പേർക്കും രണ്ട് തരത്തിലാവുമ്പോൾ ചില കാര്യങ്ങളിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്നാലും പിന്നെ ഒരിത്തിരി നാളികേരെടുത്ത് പിഴിഞ്ഞ് നാളികേരപ്പാൽ ഉണ്ടാക്കല്ലേ വേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അവൻ്റെ ഇഷ്ടത്തിന് തന്നെ അങ്ങോട്ട് കൊടുത്തു. ഇപ്പോഴൊക്കെയല്ലേ നമുക്ക് അങ്ങനെ പറ്റുള്ളൂ. കുറച്ച് നാളും കൂടി കഴിഞ്ഞാൽ എന്താ പറയുക, ആൺപിള്ളേരാകുമ്പോൾ കല്യാണം കഴിയുന്നവരെ അമ്മമാരെ സ്നേഹിക്കുള്ളൂ എന്ന് അങ്ങനെ പറയും. പെൺകുട്ടികളാകുമ്പോൾ കല്യാണം കഴിഞ്ഞാലാണ് അമ്മമാരെ കൂടുതൽ സ്നേഹിക്കുക എന്നും പറയും കേട്ടോ. എന്താ ശരി കേടുന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ആങ്ങള ഇപ്പോഴും അന്ന് എന്നും ഏറ്റവും കൂടുതലും ആൺമക്കൾക്ക് അവരുടെ അമ്മ കഴിഞ്ഞിട്ട് തന്നെയുള്ളൂ ആരും തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതങ്ങനെ തന്നെയാണ്. പക്ഷെ പറയൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഭാര്യ എന്ന് പറയും കേട്ടോ. പക്ഷെ അമ്മേനെ തന്നെയാണ് ഏറ്റവും ഇഷ്ടം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ശരിയാ തെറ്റ എന്തെങ്കിലും ആവട്ടെ അല്ലേ. അപ്പോൾ അങ്ങനെ അപ്പം ഞാനത് കാരണം ഇപ്പോൾ അവരുടെ ഇഷ്ടങ്ങളും ഇതൊക്കെ കുറേ ആസ്വദിക്കാറുണ്ട്. ചെറുപ്പത്തിൽ എനിക്ക് അങ്ങനെ അവരുടെ കുട്ടിക്കാലം അത്ര ആസ്വദിക്കാൻ പറ്റില്ല. അവർക്ക് വയ്യാണ്ടായ കാരണം കൊണ്ടും പിന്നെ കുറേ എന്താ പറയുക, ജീവിക്കാൻ അറിയില്ല ആ പ്രായത്തിലൊന്നും. എന്താണ് നല്ലത് എന്താണ് പൊട്ടാന്നൊന്നും അറിയണ്ടായിരുന്നില്ല. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ നമ്മൾ ജീവിതം പഠിച്ചു, 100% എന്നല്ല, എന്നാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ഇപ്പോൾ അത്രയും പ്രായമൊക്കെ ആയില്ലേ. അപ്പോൾ അങ്ങനെ ആ പറഞ്ഞ വിശേഷങ്ങൾ പറയുന്ന നേരം കൊണ്ട് നമ്മുടെ വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട്. ഇത്തിരി മൊരിഞ്ഞങ്ങോട്ട് പോയി കേട്ടോ. എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് ഓരോ പണികൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കില്ലേ, അതുകൊണ്ടാണ്. നല്ല അടിപൊളി വെള്ളയപ്പമായിരുന്നു. ഇന്നാൾ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് അത്ര നന്നായില്ല, ഈസ്റ്റ് പഴയതായിരുന്നു കേട്ടോ. ഇന്നത്തെ നല്ല വെള്ളയപ്പമായിരുന്നു. പണ്ടൊക്കെ ഞാൻ കുറേ വെള്ളയപ്പം ഉണ്ടാക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ തേങ്ങാപ്പാലിനുള്ളത് ഒന്ന് അടിച്ചിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തു. ഇത്തിരി തേങ്ങാപ്പാൽ തന്നെ ഉണ്ടാക്കിയുള്ളൂ. അപ്പോഴേക്കും ചേട്ടൻ ചായ കുടിക്കാനായിട്ട് വന്നു. ഞാൻ ഈ നാളികേരം ഒന്നുകൂടി നടിച്ച് ഇത്തിരിയും കൂടി ഒന്ന് പിഴിഞ്ഞെടുക്കുക. 2 പ്രാവശ്യം ഒന്ന് പിഴിഞ്ഞെടുക്കുമ്പോഴല്ലേ ഫുള്ള് പാൽ അതിൽ നിന്ന് ഇങ്ങോട്ട് പോരുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാണ് ചേട്ടൻ. അപ്പോൾ എനിക്കും കൂടി ചായ വേണമെന്ന് ചോദിച്ച് മധുരം ഇടാണ്. അപ്പോൾ ചായയിൽ ആദ്യം മധുരം ഇടാണ്ടാണ് കേട്ടോ വയ്ക്കുക. അമ്മ ചായ എടുത്തതിന് ശേഷമാണ് മധുരം ഇടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് കപ്പിലേക്ക് പകർത്തിയിട്ട് മധുരം ഇടുക, അങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ചേട്ടൻ മധുരമിട്ട് ഞാൻ തേങ്ങാപ്പാൽ പിഴിയലും. പിന്നെ ചായ ഇരുന്ന് കുടിക്കാനുള്ള ടൈം ഇന്നില്ല. അത് കാരണം കൊണ്ട് ഇരുന്ന് കുടിക്കാമെന്നിരിക്കും. നമുക്ക് ചായ കുടിക്കാനൊക്കെ തോന്നിയിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം 2 കവളം അങ്ങനെ നിന്നിട്ട് കുടിച്ചു. പിന്നെ ഇതിൽ വേഗം പഞ്ചസാര കുറച്ചിട്ടിട്ട് വെച്ചു. അതോടെ മാറ്റി വെച്ച്. ശ്രീകുട്ടൻ എത്തിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു സാമ്പാർ വേഗം അങ്ങോട്ട് അടുപ്പത്ത് ഇടാമെന്ന് വിചാരിച്ച് ഇവിടെ വലിയ കുക്കർ എടുത്തുകൊണ്ട് വന്നു. അതിലേക്ക് കഷ്ണങ്ങൾ, കാര്യമായിട്ടുള്ള കഷ്ണങ്ങൾ ഇല്ല ഇന്ന്, വെണ്ടക്കായും തക്കാളിയും മുരിങ്ങക്കായും. അപ്പം ഞാനൊരു കുഞ്ഞ് സവോളയും കൂടി ഇട്ടു. 3-4 പച്ചമുളക്, ക്യാരറ്റ് ഉണ്ടായിരുന്നു, അതും കൂടിയൊക്കെ ഇട്ടു കേട്ടോ. അങ്ങനെ ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നില്ല, അത് കാരണം ഇട്ടില്ല. എൻ്റെ അമ്മ കാണാൻ പപ്പായ, കായ അങ്ങനെയൊക്കെ ഇട്ടിട്ട് വെക്കണത് കേട്ടോ. അപ്പോഴേക്കും ശ്രീകുട്ടൻ വന്നു. പിന്നെ ഞാൻ 2-3 ആദ്യം തന്നെ എടുത്തിട്ട് കൊടുത്തു കേട്ടോ. അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തതെന്ന് വെച്ചാൽ ഒരെണ്ണം കഴിച്ച് ചിലപ്പോൾ അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ ഒരെണ്ണം കൂടിയേ കഴിക്കുകയുള്ളൂ. നമ്മൾ ഫസ്റ്റ് തന്നെ കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ബാക്കി വയ്ക്കാണ്ട് പരമാവധി ശ്രീകുട്ടൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ ഫസ്റ്റിൽ ഇടുന്നത് തന്നെ ഇത്തിരി കൂടുതൽ അങ്ങോട്ട് ഇടും. 3 അത്ര കൂടുതലൊന്നല്ല ഈ പ്രായത്തിലുള്ള ആൺപിള്ളേർക്ക്. സാമ്പാറിന് ഞാൻ വയ്ക്കുമ്പോൾ അത് എപ്പോഴും തിളച്ച വെള്ളം, ഞാൻ എപ്പോഴും തിളച്ച വെള്ളമാണ് കൂടുതലും പാചകത്തിന് രാവിലെ ഉപയോഗിക്കുക കേട്ടോ. അതിൻ്റെ കാരണം പെട്ടെന്ന് കുക്കിങ് കഴിയുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ അത് ആക്കി അടുപ്പത്തേക്ക് വയ്ക്കാൻ വെച്ചു. ഒരു വെള്ളപ്പം കൂടി എടുത്ത് കഴിച്ചു കേട്ടോ. അപ്പം ഞാൻ ഹാപ്പി. അങ്ങനെ നമ്മുടെ എൻ്റെ ചായ കൂടി കഴിഞ്ഞു. വീണ്ടും കെറ്റിലിൽ വെള്ളം വെക്കണം. സാമ്പാറൊക്കെ ഇനി രണ്ടാമത് വെക്കണ്ടേ. പണ്ടൊക്കെ എന്തോരം വെള്ളയപ്പം ഉണ്ടാക്കിയാലെന്നറിയാം ഇവിടെ തികയുക. ഇപ്പോൾ അങ്ങനെ ചിലവാവണേ ഇല്ല കേട്ടോ. പണ്ട് തറവാട്ടിലായിരിക്കുമ്പോൾ ഉണ്ടല്ലോ 3 നാഴി അരിയൊക്കെ ഇട്ടിട്ട് അതിന് ഫുള്ള് വെള്ളയപ്പം ഉണ്ടാക്കി വയ്ക്കും. ഇപ്പോൾ പക്ഷേ
അത്രയ്ക്കൊന്നും വേണ്ട. ശ്രീകുട്ടൻ 4 തന്നെ കഴിച്ചുള്ളൂ. ചേട്ടൻ ചിലപ്പോൾ 1 കഴിക്കും, ആദ്യത്തെ 2 കഴിക്കും, ഞാൻ 2 കഴിക്കും. അമ്മയ്ക്കിപ്പോൾ വേണ്ട, എല്ലാത്തിനും ഗ്യാസാണെന്ന് പറഞ്ഞിട്ട് മിക്ക സാധനങ്ങൾക്കും ഗ്യാസാണെന്ന് പറഞ്ഞ് അങ്ങനെ എപ്പോഴും ഗ്യാസിൻ്റെ പ്രശ്നങ്ങളും വയ്യായികളാണ് കേട്ടോ. അങ്ങനെ അപ്പം ഞാൻ ചോറ് വാർക്കാറായി ചേട്ടനോട് പറഞ്ഞപ്പോൾ അത് വാർത്തു. പിന്നെ വേഗം ഉപ്പേരി അച്ചാറാണ്, കുത്തി കാച്ചണതാണ് ആദ്യത്തിന് ഇഷ്ടം. അത് കാരണം കൊണ്ടാണ് കേട്ടോ. ഇവിടെ അങ്ങനെ നാളികേര അരച്ച് അങ്ങനെ പല കറികളും ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ. ഇവിടെ അതൊന്നും അത്ര ഇഷ്ടമല്ല. ശ്രീകുട്ടിൻ്റെ അടുത്തേക്ക് എന്താ ചെയ്യണമെന്ന് നോക്കാൻ പോയതാണ്. അപ്പോൾ അതാ ATM കാർഡ് കാണാനാണ് തപ്പണ്. അപ്പോൾ സ്കൂളിൽ കുട്ടികൾക്ക് ചോറ്റുപാത്രങ്ങളും എന്താ പറയുക ബോക്സും അതും ഇതൊക്കെ ആണെങ്കിൽ ഇപ്പോഴത്തെ പ്രായം ATM കാർഡ് എന്ന് പറഞ്ഞാൽ അവൻ ജോലി ചെയ്ത് അവൻ സമ്പാദിക്കുന്ന പൈസയാണ് ടാലൻറ്റ്. ഞാൻ ഇട്ട് കൊടുക്കണ പൈസയൊന്നും അല്ല അവന്. അവൻ തന്നെ അവൻ്റെ കാര്യങ്ങൾ നോക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കോളേജിൽ ഫീസും ഒക്കെ അവൻ തന്നെയാണ്. കുറച്ച് പൈസ എന്നോട് സഹായിക്കാൻ പറഞ്ഞത് ഫസ്റ്റ് സെമ്മിൻ്റെ മാത്രം, ബാക്കിയൊക്കെ അവൻ തന്നെയാണ് ചെയ്യണത് കേട്ടോ. അതിലൊരു സന്തോഷവും അഭിമാനമൊക്കെ എനിക്ക് ഇല്ലാതില്ല. അങ്ങനെയും ഒരു സന്തോഷം തന്നെയല്ലേ. ആദ്യത്തിന് പറഞ്ഞു അങ്ങനെ ചെയ്തോണ്ടെന്ന്. പക്ഷേ ആദ്യത്തിന് എന്താ പറയുക ഫുൾ ക്ലാസ് ഉണ്ട്. അത് കാരണം കൊണ്ട് പാർട്ട് ടൈം ജോലിക്ക് പോകാനൊന്നും പറ്റിയില്ല. അപ്പോൾ പിന്നെ ആദ്യത്തിൻ്റെ ഫീസ് അടയ്ക്കേണ്ട നമുക്ക് നിവൃത്തിയില്ല. പിന്നെ അതൊക്കെ ചെയ്യണ്ടേ അല്ലേ. അതിനിടയ്ക്ക് ഇതാ സാമ്പാറിന് ഈ വിശേഷങ്ങളൊക്കെ പറയണത് എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും സന്തോഷങ്ങളും കൂട്ടുകാരോടല്ലേ ഞാൻ പറയാറ്. അങ്ങനെ പറയുന്നു എന്ന് മാത്രമല്ല കേട്ടോ, അല്ലാണ്ട് വലിയ കാര്യമായിട്ടൊന്നും എടുക്കേണ്ട ഒന്നും. അപ്പോഴേക്കും സൈവട്ടം ഡ്രസ്സ് മാറി എല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ അപ്പോഴേക്കും നോക്കിയപ്പോൾ മല്ലിയില കുറവുണ്ടായിരുന്നു. അപ്പം നമ്മുടെ മുറ്റത്തുനിന്ന് മല്ലിയില പൊട്ടിച്ചുകൊണ്ടു. പിന്നെ വെള്ളം കുപ്പിയൊക്കെ നിറച്ചു. ഇന്ന് ഉച്ച വരെയുള്ളൂ കേട്ടോ. അത് കാരണം ചോറ് കൊണ്ടുപോകണ്ട, അമ്മ തിരക്കടിക്കണ്ട എന്ന് പറഞ്ഞു. സൂട്ടെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കഴിച്ചു പോയാൽ മതി. ഇത്ര നേരത്തെ പോകണമെന്ന് ചോദിച്ചാൽ ആവശ്യമില്ല. ഇവൻ ട്യൂഷൻ എടുക്കാൻ പോണത് കൊണ്ടാണ് ഇത്ര നേരത്തെ പോണത് കേട്ടോ. എന്തോ കമൻറ്റ് കണ്ടു, എന്താ കുട്ടി പഠിക്കാൻ പോണേന്ന്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഏതോ സെൻറ്ററിൽ ട്യൂഷൻ എടുക്കാൻ പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൻ പഠിക്കാനും പോകുന്നുണ്ട്, ട്യൂഷൻ എടുക്കാനും പോകുന്നുണ്ട് കേട്ടോ. രണ്ടും ചെയ്യണുണ്ട്. അങ്ങനെ ട്യൂഷൻ എടുക്കാൻ മാത്രമൊന്നല്ല. പിന്നെ എനിക്കെന്തോ ആരെ കമൻ്റ് ഇട്ട പേര് ഞാൻ വായിച്ചില്ല. എനിക്കെന്തോ അതൊരു കുറവ് പോലെ ഫീൽ ചെയ്തോ കൂട്ടുകാരെ എഴുതിയത്. അതുകൊണ്ടായതാ അങ്ങനെയാണോ അത് ഞാൻ വായിച്ചപ്പോൾ അങ്ങനെയായി തോന്നിയതാണോ എനിക്കറിയില്ല. പക്ഷേ ഞാൻ ആ കാര്യത്തിൽ അവൻ ട്യൂഷൻ എടുക്കണോണ്ടും അവൻ പൈസ സമ്പാദിക്കണോണ്ടും ഞാൻ അഭിമാനിക്കണു. എന്താ വെച്ചാൽ പൈസയുടെ വില കുട്ടികൾ അറിഞ്ഞ് തന്നെ വളരണം. നമ്മളെല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കാൻ പറ്റുമെങ്കിൽ നടത്തി കൊടുക്കുക. പക്ഷേ നമ്മൾ ചെയ്യണ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ അവരെ അറിയിച്ച് തന്നെ വളർത്തണം കേട്ടോ. അല്ലെങ്കിൽ അവർക്ക് തോന്നും അമ്മയച്ഛനും പൈസ ഉണ്ടാക്കണത് അത്ര ബുദ്ധിമുട്ടുകൊണ്ടല്ല എന്ന് തോന്നും. പിന്നെ അവർ ജീവിക്കാൻ പെടാപ്പാട് പെടും കേട്ടോ. നമ്മുടെ കാലത്തോളം അവർക്ക് ചിലപ്പോൾ സുഖം ഉണ്ടാവും. പക്ഷെ അവരുടെ ജീവിതമാകുമ്പോൾ അവർക്ക് ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. അങ്ങനെ നമ്മൾ കഷ്ടപ്പാട് അറിയിക്കാണ്ട് വളർത്തിക്കഴിഞ്ഞാൽ ഇപ്പോഴേ നമ്മുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ അവരറിയിച്ചിട്ട് തന്നെ വളർത്തിയിട്ടുണ്ടെങ്കിൽ അവർ ജീവിക്കാൻ നല്ല രീതിയിൽ പഠിച്ചു വന്നോളും. എൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. എൻ്റെ അമ്മയൊക്കെ എല്ലാ കഷ്ടപ്പാടുകളും ഞങ്ങളെയൊക്കെ അറിയിച്ചിട്ടെന്ന് വെച്ചാൽ അങ്ങനെ ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ജീവിതം ഇങ്ങനെയാണെന്ന്. അല്ലാണ്ട് അവരൊരു മായാലോകത്തിൽ വളർന്ന് എന്താ പറയുക, പിന്നെ അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവർ സ്വന്തമായിട്ട് ജീവിക്കുമ്പോഴുണ്ടല്ലോ അവരങ്ങോട്ട് നടുകടലിൽ പെട്ട പോലെയാവും. അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മുടെ എല്ലാ കഷ്ടപ്പാടും അവർ അറിഞ്ഞോട്ടെ. അവർക്ക് അനുഭവിപ്പിക്കൊന്നും വേണ്ട കാര്യമായിട്ട്, എന്നാലും അവരറിയണം കേട്ടോ. അപ്പോൾ അങ്ങനെ വിശേഷം പറയണതിൻ്റെ ഇടയിൽ അവൻ പോയി വന്നപ്പോഴേക്കും സാമ്പാർ നല്ല വെട്ടി തിളക്കിയിട്ടുണ്ട്. അച്ചാർ തലേദിവസം ഇട്ടത് എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ വേഗം സാമ്പാറിന് വറുത്തിട്ടു. പിന്നെ വേഗം ചേട്ടന് ചോറ് പകർത്തി കൊടുത്തു കേട്ടോ. ലഞ്ച് ബോക്സ് ഒന്ന് കാണാം നമുക്ക്. അപ്പോൾ അതാ ഒരു പ്ലേറ്റ് അതിൻ്റെ ഇടയിൽ അതിൻ്റെ മുകളിൽ വെക്കി ഞാൻ. എന്നിട്ട് ഇത്തിരി ഗ്രീൻ പീസ് കടലിട്ടു. പിന്നെ അച്ചാർ ഒരു പീസ് എടുത്തു. അച്ചാറും ഭയങ്കരമായിട്ട് കഴിക്കും കേട്ടോ. ചേട്ടന് പ്രഷറും ഉണ്ട്. എന്നിട്ട് പ്രഷർ ഇല്ല എന്നൊക്കെ പറയും. പിന്നെ വേഗം അപ്പോഴേക്കും പോകേണ്ട സമയം കഴിഞ്ഞു കേട്ടോ. ചേട്ടൻ അവിടെ നിന്നുകൊണ്ട് തന്നെ ഒരു വെള്ളയപ്പെടുത്ത് കഴിച്ചു. പിന്നെ ഞാൻ ബാക്കി ചായ ഉണ്ടായിരുന്നു. ചേട്ടൻ്റെ ചായ ചൂടാറിയാലൊന്നും അങ്ങനെ കുഴപ്പമില്ല. എനിക്ക് ചായ ചൂടാറിയാൽ ഞാൻ പിന്നെ കുടിക്കുകയില്ല. പാൽച്ചായ കേട്ടോ, കട്ടൻ ചായയല്ല പാൽച്ചായ. അങ്ങനെ ചേട്ടനെ പറഞ്ഞയച്ചു. അപ്പോഴേക്കും ഞാൻ വേഗം പാത്രങ്ങൾ കുറച്ചുണ്ടായിരുന്നു, അതൊന്നും കഴുകി. ചില ദിവസം കഴുകാൻ സമയം കിട്ടാത്ത ദിവസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ പോയി വണ്ടി ശ്രീകുട്ടൻ കൊണ്ടുപോയ കാരണം ചേട്ടൻ നടന്ന് കൊണ്ടി വന്നു. പിന്നെ ഞാൻ ആദ്യത്തിനും ഒരുമിച്ച് ബസ്സിലാണ് പോവുക. ഇഷ്ടം പോലെ ബാഗുകൾ നമ്മുടെ മടിയിലേക്ക് കുട്ടികൾ വെച്ച് തരും കേട്ടോ. ചില സൈഡിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ബാഗിൻ്റെ അട്ടിയാവും. 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു 10 കിലോ വെയിറ്റ് ഉണ്ട് തോന്നുന്നു ബാഗിന്. അങ്ങനത്തെ 2-3 ബാഗ് നമ്മുടെ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലോടി. അങ്ങനെ ഇന്ന് വൈകുന്നേരം ഇത്തിരി വൈകി ഞാൻ പോരാനായിട്ട്. അപ്പോൾ ബസ് ഇറങ്ങിയപ്പോൾ ശ്രീകുട്ടനെ കിട്ടി. ശ്രീകുട്ടൻ ട്യൂഷൻ കഴിഞ്ഞ് അത്രയും നേരമാവും കേട്ടോ വരുമ്പോൾ. അത് കഴിഞ്ഞതാ വീട്ടിലെത്തി. പോരുമ്പോൾ മീൻ വേണ്ടാന്ന് പറഞ്ഞിട്ടും എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ടും നമ്മുടെ മീൻകാരൻ ചേട്ടൻ എൻ്റെ കയ്യിൽ മീൻ നിർബന്ധിച്ച് പിടിപ്പിച്ചു.
അതവിടെ വയ്ക്കുമ്പോഴേക്കും നല്ല മഴ, അത്രയും നേരം വെയിലല്ലായിരുന്നു ഇന്ന് പകൽ മുഴുവൻ. അപ്പോൾ തുണികളൊക്കെ നല്ല ചൂടായിട്ട് കിടക്കാറുന്ന് പോയി എടുത്തു. ആദിത്യൻ്റെ കയ്യിൽ കൊടുത്ത് ആദ്യത്തെ താഴത്തേക്ക് കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. പിന്നെ ബാക്കിയുള്ള തുണികളൊക്കെ എടുത്ത് ഞാൻ വന്നു. അവൻ സോഫയിലാണ് കൊണ്ടിട്ടത്, ഞാൻ പിന്നെ അതൊക്കെ എടുത്ത് കട്ടിലുമ്മ കൊണ്ടിട്ടു. പിന്നെ നമുക്ക് പതുക്കെ അടുക്കളയിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അത് മടക്കി വെച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് കൊണ്ടിട്ട് നേരെ ഞാൻ മീൻ നന്നാക്കാനായിട്ട് അടുക്കളയിലേക്ക് പോകുന്നു. ഞാൻ വന്ന വഴി ഫുഡാണ് ഉണ്ടാക്കാൻ നിൽക്കുക. എന്താ വെച്ചാൽ അമ്മയ്ക്കും പെട്ടെന്ന് തന്നെ വേണം, പിള്ളേരും ചിലപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ചതായിരിക്കും ഞാൻ ചെന്നിട്ടാവും പിന്നെ കഴിക്കുക. അപ്പോൾ അത് കാരണം വേഗം ആ ഒരു പരിപാടി കഴിച്ച് വയ്ക്കും. അതിനിടയ്ക്ക് ഇതാ കറണ്ട് വന്നു കേട്ടോ. കറണ്ട് പോയി. ഡ്രസ്സ് മാറാത്ത എന്താണെന്ന് ചോദിച്ചാൽ വീഡിയോ പിടിക്കുന്നതുകൊണ്ട് തന്നെയാണ്. ഇനി വേറെ നല്ല ഡ്രസ്സൊക്കെ തപ്പിയെടുത്ത് വേണ്ടേ. അപ്പോൾ ഇനിയിപ്പോൾ കുളി കഴിയുമ്പോൾ ടീഷർട്ടും പാൻറ്റൊക്കെ എടുത്തിടാമല്ലോ. അങ്ങനെ ഞാൻ മീൻ നന്നാക്കി കഴിയാറായപ്പോഴാണ് വീണ്ടും കറണ്ട് വന്നത്. ചോറ് അതിനിടയ്ക്ക് ഇതാക്കി വെച്ചു. പിറ്റേ ദിവസത്തേക്ക് ബീറ്റ്റൂട്ടാണ് കേട്ടോ ഉപ്പേരിക്ക് വെച്ചിട്ട്. പിന്നെ കുറച്ച് മീനെടുത്ത് ചാറുകറി വെക്കാൻ എടുത്ത് വെച്ചു. ബാക്കിയുള്ള മീനെടുത്ത് വറുത്തു. എപ്പോഴും കൂടുതലാണ് വറക്കുന്നത് കൂടുതലാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഫ്ലേവേർഡ് ഓയിലുകൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ഒക്കെ ഇത്തിരി ഫ്ലേവേർഡ് ഓയിലും പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ടിട്ട് വറുക്കാനായിട്ട് വെച്ചു. അത് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ ഓയിൽ വെക്കുന്ന ആ ഒരു ട്രേ ഉണ്ടല്ലോ, അതിൽ നിറയെ അങ്ങനെ ഓയിലായി. അപ്പം ഞാൻ വേഗം അത് അപ്പം തന്നെ കഴുകി വെച്ചു കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ വെളിച്ചെണ്ണയുടെ അടിയിൽ ഭാഗത്തായിട്ട് പിന്നെ അടുക്കളയിലൊക്കെ വൃത്തികേടാവും. എന്നിട്ട് പിന്നെ ഞാൻ ആ കുപ്പികളൊക്കെ ഒന്ന് തുടച്ച് അല്ലെങ്കിൽ ആ മേൽഭാഗം ഒന്ന് കഴുകിയിട്ട് അങ്ങനെ അങ്ങോട്ട് വേഗം വെച്ചു കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം ക്ലീനായി. നമ്മുടെ വെള്ള ആ ഒരു റാക്ക് ഉണ്ടല്ലോ, കുറേ ആൾക്കാർ വാങ്ങിച്ചു എന്ന് പറഞ്ഞു കേട്ടോ. ആ റാക്ക് കണ്ടിട്ട് ഇഷ്ടമായിട്ട്. പിന്നെ ചോറ് ഞാൻ അതിൽ തന്നെയാണ് ചൂടാക്കാൻ വെച്ചത്, വേറെ ചെറിയ പാത്രത്തിലേക്ക് പകർത്തിയിട്ടുണ്ടായിരുന്നില്ല. അതപ്പോൾ ഊറ്റി വെച്ചു കേട്ടോ. പിന്നെ ഞാൻ ഫുഡ് എടുത്ത് കഴിച്ചു. അതിൻ്റെ പിന്നാലെ തന്നെ ചേട്ടനും വന്നു, സൈഡിനും എല്ലാവരും ഒപ്പം തന്നെ ഫുഡ് കഴിച്ചു കേട്ടോ. പിന്നെ അവർ വന്ന നേരത്തൊന്നും ഞാൻ ക്യാമറ ഓണാക്കാനായിട്ട് നിന്നില്ല. എന്ന് വെച്ചാൽ എനിക്ക് ഫുഡ് ഇത്തിരി ആസ്വദിച്ച് കഴിക്കണം, ഇത്തിരി പതുക്കെ കഴിക്കണം എന്ന് തോന്നി. അത് കാരണം കൊണ്ടാണ്. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ചേട്ടൻ്റെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവിടെ കിടപ്പാണ്. ഞാൻ പിന്നെ 1-2 ലോഡ് തുണി കഴുകാനുണ്ടായിരുന്നു. അത് തുണി കഴുകാൻ വന്നപ്പോൾ തന്നെ ഇട്ടെങ്കിൽ അത് കഴിഞ്ഞാനേ. പക്ഷെ കറണ്ടൊക്കെ പോയ കാരണം പിന്നെ അത് വേണ്ടാന്ന് വെച്ചാൽ അങ്ങനെ ഇരുന്നതായിരുന്നു. പിന്നെ ആ തുണികളൊക്കെ അലക്കാനായിട്ട് ഇട്ടു. പിന്നെ അതിനിടയ്ക്ക് തുണികൾ മടക്കി വെച്ചു. അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ കിടന്നുറങ്ങി കേട്ടോ. കിടന്നുറങ്ങിയപ്പോൾ 10 മണി ഒക്കെ ആയി. പക്ഷെ പണികൾ വേഗം തന്നെ. ഞാൻ വന്ന വഴി 1 മണിക്കൂറൊന്നും വേണ്ട, നമുക്ക് ചോറ് വയ്ക്കുകയൊന്നും വേണ്ടല്ലോ, ചൂടാക്കല്ലേ വേണ്ടല്ലോ അതും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിരുത് കേട്ടോ. അതുപോലെ തന്നെ